നമസ്കാരം, ഞാൻ ഡോക്ടർ അപർണ, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്യാട്രി. സ്കിസോഫ്രീനിയ ഒരു ന്യൂറോ ബയോളജിക്കൽ രോഗമാണ്. നമ്മുടെ തലച്ചോറിൽ വരുന്ന, പ്രധാനമായും ഡോപ്പമിൻ എന്ന രാസവസ്തുവിന് വരുന്ന പ്രവർത്തന വൈകല്യം കൊണ്ടുണ്ടാകുന്ന ഒരു മാനസിക രോഗമാണ് സ്കിസോഫ്രീനിയ അഥവാ ചിത്തഭ്രമം എന്ന് പറയുന്നത്. അതിന് ജനിതകമായ കാരണങ്ങൾ ഉണ്ടാകാം, ജനറ്റിക് റീസൺസ് ഉണ്ടാകാം. ഗർഭാവസ്ഥയിൽ അമ്മയ്ക്ക് വൈറൽ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു കാരണമായേക്കാം. പെരിനേറ്റൽ ട്രോമ ഒരു കാരണമായേക്കാം. ഇത്തരം റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ഒരു വ്യക്തിക്ക് ഒരു പിരിമുറുക്കം സംഭവിച്ചാൽ ചിലപ്പോൾ അതൊരു സ്കിസോഫ്രീനിയ എപ്പിസോഡിലേക്ക് അല്ലെങ്കിൽ ഒരു സൈക്കോട്ടിക് എപ്പിസോഡിലേക്ക് നയിച്ചേക്കാം എന്നല്ലാതെ ഒരിക്കലും മാനസിക പിരിമുറുക്കം ഈ രോഗം ഉണ്ടാകുന്നതിനൊരു പ്രാഥമിക കാരണം അല്ല. പ്രധാനമായും ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന ഒരു രോഗമാണ് സ്കിസോഫ്രീനിയ. 20കളിലാണ് പൊതുവെ ഈ രോഗം കണ്ടുവരുന്നത്. പക്ഷേ അപൂർവമായിട്ടാണെങ്കിൽ പോലും കുട്ടികളിലും പ്രായമായവരിലും ഈ രോഗം കാണാറുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളിൽ നോക്കുമ്പോൾ കുഞ്ഞുങ്ങളിലാകുമ്പോഴത്തേക്കും മറ്റ് അസുഖങ്ങൾ ലൈക്ക് ഓട്ടിസം പോലെയുള്ള ന്യൂറോ ഡെവലപ്മെൻ്റൽ രോഗങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്, ഇതേ ലക്ഷണങ്ങൾ വരുന്ന മറ്റ് രോഗങ്ങൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അതുപോലെ പ്രായമായവരിലാകുമ്പോൾ ഡിമെൻഷ്യ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ട്യൂമർ അല്ലെങ്കിൽ സ്ട്രോക്ക് അങ്ങനെയുള്ള അസുഖങ്ങളുണ്ടോ, ഇതേ ലക്ഷണങ്ങൾ ഉണ്ടാകാം ഈ രോഗങ്ങളിലും. അപ്പം അതുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത്. പ്രധാനമായും ചെറുപ്പക്കാരിലാണ് കണ്ടുവരുന്നതെങ്കിൽ കൂടിയും പ്രായമായവരിലും കുട്ടികളിലും ഈ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. ഇതൊരു ന്യൂറോ ബയോളജിക്കൽ, നമ്മുടെ തലച്ചോറിൻ്റെ ഡോപ്പമിൻ പ്രവർത്തന വൈകല്യം കൊണ്ടുണ്ടാകുന്ന രോഗമായതുകൊണ്ട് തന്നെ ഈ രോഗത്തിന് യാതൊരുവിധ സാമൂഹിക, സാമ്പത്തിക അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഇന്നവർക്കേ വരാവൂ, വിദ്യാഭ്യാസം കുറഞ്ഞവർക്കേ വരൂ, അല്ലെങ്കിൽ സാമ്പത്തികമായ അങ്ങനെയില്ല. ആ സമൂഹത്തിലുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഈ രോഗം വരാം. ഹാലൂസിനേഷൻസ് അഥവാ ഭ്രമാത്മകമായ കാഴ്ചകൾ അല്ലെങ്കിൽ മറ്റാരും കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കുക അല്ലെങ്കിൽ ഡെല്യൂഷൻസ് തന്നെയാണ് സ്കിസോഫ്രീനിയയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം. പക്ഷേ അത് മാത്രമല്ല ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. അതൊരു ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് മാത്രമാണ്. മറ്റൊരു തരം സിംറ്റംസാണ് നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയും. എന്നുവെച്ചാൽ പ്രധാന രോഗി ഉൾവലിഞ്ഞു പോവുക, ആരോടും അധികം ഇടപഴകാതിരിക്കുക, പഠനത്തിലും ജോലിയിലും പിന്നാക്കം പോവുക, അങ്ങനെ പൊതുവെ ഒരു ഉൾവലിഞ്ഞ പ്രകൃതത്തിലേക്ക് പെട്ടെന്ന് ഇവർ മാറുന്നത് ഒരു നെഗറ്റീവ് ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് എന്ന് പറഞ്ഞ് കാണാറുണ്ട്. അതുപോലെ തന്നെ സ്കിസോഫ്രീനിയ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകാം, മേനിക് രോഗത്തിൻ്റെ മൂഡ് സിംറ്റംസ് ഉണ്ടാകാം. ഇത്തരം ലക്ഷണങ്ങളെല്ലാം തന്നെ സ്കിസോഫ്രീനിയയിൽ കാണാറുണ്ട്. ഡെല്യൂഷൻസ് ആൻഡ് ഹാലൂസിനേഷൻസ് ഒരു പ്രധാന സിംറ്റം ആണെങ്കിൽ കൂടിയും അത് മാത്രമായിട്ട് തന്നെ ആകണമെന്ന് ഇല്ല. സ്കിസോഫ്രീനിയ രോഗികൾ അല്ലെങ്കിൽ വയലൻ്റ് ആകാനോ അല്ലെങ്കിൽ അക്രമാസക്തരാകാനോ ഉള്ള സാധ്യതയുള്ള രോഗമാണ്. പക്ഷേ എല്ലാ രോഗികളും എല്ലാവരും വയലൻ്റ് ആകണമെന്നില്ല. അത് അവരുടെ ഇപ്പം ശരിയായ ചികിത്സ എടുക്കുകയും കൃത്യമായി ഡോക്ടറെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രോഗി വയലൻ്റ് ആവാനും പ്രതികരിക്കാനും ഒക്കെയുള്ള സാധ്യത വളരെ കുറവാണ്. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണയാണത്. ചികിത്സിക്കാൻ സാധ്യതയുള്ളതും ചികിത്സിച്ചാൽ മാറ്റമുണ്ടാകുന്നതുമായ രോഗം തന്നെയാണ് സ്കിസോഫ്രീനിയ. ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഇവിടെ വളരെ പ്രധാനമാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നോ അത്രയും നല്ലതാണ് രോഗിയുടെ മുമ്പോട്ടുള്ള ജീവിത നിലവാരത്തിനും ലക്ഷണങ്ങൾ കുറയാനും ആൾ സാധാരണ ജീവിതം നയിക്കാനും എത്രയോ നല്ലതാണ്. പലരിലും കൃത്യമായ ചികിത്സ എടുക്കുകയും കൃത്യമായ ഇടവേളയിൽ ഡോക്ടറെ കാണുകയും സൈഡ് എഫക്റ്റുകൾ മോണിറ്റർ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗം പൂർണ്ണമായി തന്നെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും. അല്ല, കുറച്ചേറെ പഴക്കമുള്ള അസുഖമാണെങ്കിൽ പോലും നിശ്ചിത അളവിൽ മരുന്നുകൾ എടുക്കുകയും കൃത്യമായി ഡോക്ടറെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ജീവിത നിലവാരം സാധാരണ നിലയിൽ തന്നെ രോഗിക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായും ചികിത്സിച്ചാൽ മാറ്റം വരുന്ന രോഗം തന്നെയാണ് സ്കിസോഫ്രീനിയ. ഈ രോഗത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ നമ്മുടെ തലച്ചോറിലെ ന്യൂറോ കെമിസ്ട്രി, അതായത് ഈ ഡോപ്പമിൻ പോലുള്ള രാസവസ്തുക്കളുടെ പ്രവർത്തന ശൈലി നോർമലൈസ് ചെയ്യുന്ന മരുന്നുകളാണ്. ഇതിന് ആൻറ്റി സൈക്കോട്ടിക് ഗ്രൂപ്പിലുള്ള മരുന്നുകളാണ് ഉപയോഗിക്കുക. ആ മരുന്നുകൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഡോസിലും കൃത്യമായിട്ടുള്ള ഫോളോ അപ്പിലും മോണിറ്ററിങ്ങിലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയക്കേണ്ടതായിട്ടുള്ള യാതൊരു സൈഡ് എഫക്റ്റുകളും അവിടെ ഉണ്ടാവുന്നില്ല. രോഗലക്ഷണങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഡോസിലുള്ള മരുന്നുകൾ മാത്രം എടുക്കുക, ഡോക്ടർ നിർദ്ദേശപ്രകാരം മരുന്നുകൾ എടുക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തത്സമയം തന്നെ ഡോക്ടറെ അറിയിക്കുക, കൃത്യമായി ഫോളോ അപ്പ് എടുക്കുക. എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ബുദ്ധിയെ മയക്കുന്ന രീതിയിലോ അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സൈഡ് എഫക്റ്റുകളൊന്നും അങ്ങനെയുള്ളപ്പോൾ ഉണ്ടാകുന്നില്ല. അത് ഒരു രോഗിയുടെ രോഗലക്ഷണങ്ങളെ അനുസരിച്ചിരിക്കുന്നു. എത്ര കാലം അയാൾ രോഗമായിട്ടിരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പോൾ വളരെ കുറഞ്ഞ കാലയളവാണ്, നമ്മൾ പെട്ടെന്ന് തന്നെ രോഗം കണ്ടുപിടിച്ചു, പെട്ടെന്ന് തന്നെ ചികിത്സ തുടങ്ങുന്നുണ്ടെങ്കിൽ പല രോഗികളിലും ആദ്യത്തെ 1 വർഷം കഴിയുമ്പോൾ തന്നെ പലപ്പോഴും നമുക്ക് മരുന്ന് നിർത്തി നോക്കാം എന്നുള്ള സ്റ്റേജിലാകാറുണ്ട്. അങ്ങനെയല്ല, കുറച്ച് ലക്ഷണങ്ങൾ തീവ്രമായിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ടുള്ള രോഗമാണെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത അളവിൽ കുറഞ്ഞ ഡോസിൽ മരുന്ന് ഒരു മെയിൻ്റനൻസ് ഡോസായിട്ട് കഴിച്ചുകൊണ്ട് ജീവിത
നിലവാരം സാധാരണഗതിയിൽ തന്നെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ലൈഫ് ലോങ് ആയിട്ട് ഒരേ ഡോസിൽ നമ്മൾ മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാവുന്നില്ല. പിന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഫംഗ്ഷനിങ്ങിനെ, ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന പ്രവൃത്തിയോ ജീവിത നിലവാരത്തിനെയോ ഒന്നും അത് ബാധിക്കുന്നതും ഇല്ല. ഇപ്പോൾ ഒരു അക്യൂട്ട് സ്റ്റേജിലുള്ള സിംറ്റംസ്, തീവ്രമായ ലക്ഷണങ്ങളുള്ള ഒരാളാണെങ്കിൽ, ചികിത്സ എടുക്കാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ ജീവിത നിലവാരത്തിനെയും ജോലിയെയും കുടുംബജീവിതത്തിനെയും ഒക്കെ സാരമായി തന്നെ ബാധിക്കും. പക്ഷേ നേരെ മറിച്ച് കൃത്യമായിട്ടുള്ള ചികിത്സയും മരുന്നുകളും എടുക്കുകയും ഡോക്ടറുടെ ഉപദേശപ്രകാരം ചികിത്സ ചെയ്യുകയും ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രോഗിക്ക് രോഗലക്ഷണങ്ങളെ അതിജീവിക്കാനും അത് നിയന്ത്രണ വിധേയമാക്കാനും സാധാരണ ജീവിതം തന്മൂലം നയിക്കാനും സാധിക്കുന്നതാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള മരുന്നുകൾ എടുത്തുകൊണ്ട് തന്നെ ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ആൾക്ക് രോഗമില്ലാത്ത ഒരു വ്യക്തി ജീവിക്കുന്ന ജീവിതം അതേ രീതിയിൽ തന്നെ അതേ ജീവിത നിലവാരത്തോടു കൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇവർക്ക് കല്യാണം കഴിക്കുന്നതിനോ കുട്ടികൾ ഉണ്ടാവുന്നതിനോ ജോലി ചെയ്യുന്നതിനോ ഇടപഴകുന്നതിനോ ഒന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല.